ഉച്ചയ്ക്ക് ഊണും കഴിച്ചിട്ട് ഒരു ഉറക്കവും ഉറങ്ങി ഗൈസ്. ഞാൻ എൻ്റെ മോനെ എത്ര കാലങ്ങൾക്ക് ശേഷമാണെന്നറിയാമോ ഉച്ചയ്ക്ക് 2 മണിക്കൂർ ഉറങ്ങണത്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ഗൈസ്. എന്നിട്ട് ഉറക്കം എഴുന്നേറ്റപ്പോൾ ഗൈസ് എനിക്കൊരു ഭീമാകാരമായ ഐഡിയ. നിങ്ങൾക്ക് രാവണനെ അറിയാമല്ലോ അല്ലേ? നിങ്ങൾക്ക് സീതയെ അറിയാം, രാമനെ അറിയാം. എന്നാൽ രാവണൻ സീതയെ പിടിച്ചു കൊണ്ടുപോയി തടങ്കലിലിട്ടു എന്നാണല്ലോ പറയപ്പെടുന്നത്. തടങ്കലിലിട്ടു. അത് ഒരു ജയിലല്ലായിരുന്നു. അതെന്താണെന്നറിയാം, ഒരു അശോക മരം, അശോകത്തെറ്റി എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീട്ടിൽ അശോകത്തെറ്റി ഉണ്ട്. ആക്ച്വൽ അശോകത്തെറ്റിയിൽ പൂ വിരിഞ്ഞ് നിൽക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് 1 1 2 2 2 4 4 4 8 എന്നുള്ള ഇക്വേഷനുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഗൈസ് എൻ്റെ അമ്മ ഈ അശോകത്തെറ്റി പറിച്ചിട്ട് അത് വെച്ചിട്ട് ഒരു ഒരപ്പം ഉണ്ടാക്കും. ഒരപ്പം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഒരു കേക്ക്, ഒരു അലുവ പോലത്തൊരു സാധനമാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്ന് എന്തുകൊണ്ട് നമുക്ക് ഇന്നൊരു ഫുഡ് വ്ളോഗ് ചെയ്യാം. ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ റിവ്യൂ ചെയ്യുന്ന വ്ളോഗല്ല, കുക്കിംഗ് വ്ളോഗ് വിത്ത് മൈ അമ്മ. അപ്പോൾ അമ്മ ഏറ്റവും നല്ലതായിട്ട് ഈ ലോകത്തുണ്ടാക്കുന്ന ഫുഡ് തിന്നാൻ എനിക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ കേസ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ അതിൻ്റെ റെസിപ്പീസ് കിട്ടുകയാണെങ്കിൽ അത് പൊളിക്കില്ലേ? അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് എന്താ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, കുട്ടികളെ കൊതിപ്പിക്കാനുള്ള. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നാ പിന്നെ നമുക്ക് നമ്മുടെ 1 2 റെസിപ്പീസ് കൂടെ നമുക്ക് വ്ളോഗിൽ വെച്ച് കാച്ചിയാലോ എന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ അടിപൊളി പരിപാടി ആയിരിക്കുമല്ലേ അമ്മ. അമ്മയ്ക്ക് ആരാണ് ഈ അശോകത്തെറ്റി വെച്ച് ഉരപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? അയ്യോ, അതാരോ പറഞ്ഞു തന്നു, പണ്ടാരോ പഠിപ്പിച്ചത്. ഓക്കെ ഗൈസ്, അത് ഈ ഒരപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത് സർലയപ്പച്ചിയാണ്. സർലയപ്പച്ചി എന്റെ അമ്മ, സരള അമ്മ. ഇവിടെ വന്ന അമ്മമ്മയല്ല, അപ്പച്ചി. അപ്പൊ എന്റെ ആരായിട്ട് വരും? ആലോചിക്കണം. അപ്പൊ ഒരപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞപ്പം ഈ പൂവിട്ട് ഒരപ്പം ഉണ്ടാക്കാൻ പിന്നെ ആരോ പറഞ്ഞു, അങ്ങനെ പരീക്ഷിച്ചു നോക്കി. അപ്പൊ ഒരപ്പം ഉണ്ടാക്കാൻ സരള അമ്മ പഠിപ്പിച്ചു തന്നിട്ട് പിന്നെ അതിന് അമ്മ അശോകപ്പൂ ഇട്ടതാണ്. ചുമ്മാ അത് കൊള്ളാലോ അമ്മ. ഗൈസ്, ഇതാണ് ബൈ ദ ബൈ അശോകപ്പൂ. ഇത് ഇപ്പോ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. ഇതുപോലെ ഈ മരം നിറച്ചോട് ഈ ഒരു ആംഗിളിൽ കാണിച്ചു കൊടുത്തേടാ, അപ്പോൾ ഒരു ഊഹം കിട്ടും. നല്ല ഭംഗിക്ക് അശോകപ്പൂ നിൽക്കുകയാണ് ഗൈസ്. പക്ഷേ ഈ മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മൊത്തം ആട്ടാമ്പുഴുവാണ്. സൂക്ഷിക്കണേ, ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ 4 ദിവസം ഞാൻ ചൊറിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം നമ്മൾ ചെല്ലാമത്തെ ഉത്സവത്തിന് പോകാൻ നിന്നില്ലേ, പുരസ്കാരം വാങ്ങാൻ പോയവൻ്റെ അന്ന് നിന്നപ്പോ എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഗൈസ്. അത് ഇതിൽ നിന്ന് തന്നെ ആട്ടാമ്പുഴു ആട്ടിയതായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കണതേ അമ്മ, സീതാദേവിയെ പണ്ട് അശോകത്തെറ്റിയുടെ താഴെ കൊണ്ടുവച്ചപ്പോ സീതാദേവിയെ ആട്ടാമ്പുഴു ആട്ടി കാണുമോ? തിരക്കണോ അല്ലേ? കൊതു. ഓക്കെ, ഞാൻ ഇറുകട്ടെ അമ്മ. നമുക്ക് ഒരു ചെറിയൊരു ഒരപ്പം ഉണ്ടാക്കാൻ എത്ര ഇത് വേണ്ടി വരും? ഇത് മൊത്തത്തിൽ ഓടിക്കട്ടെ അമ്മ. ഇതാണ് എന്ത് ഭംഗിയല്ലേ ഒരു കൊല കാണാൻ. പൂജയ്ക്ക് എടുക്കും. ഈ അശോകപ്പൂ എടുക്കുവോ? ഓ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ടാസ്ക് മതിയാ? പിന്നെ ഇത് തന്നെ ഒരുപാടായിപ്പോ, ഇത്രയും വേണ്ട, നല്ലത് നോക്കി എടുക്കാം നമുക്ക്. അപ്പൊ പിന്നെ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇതും കൊണ്ടുപോയി ബാക്കി പ്രിപ്പറേഷനുകൾ നടത്താം. എടി മതിയടി, തുറന്നു തരണം. ഗോസ്റ്റും ലേഡിയും അവിടെ കിടന്ന് കയറ് ഒട്ടിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് എടുത്തോണ്ട് പോവാമോ? എന്തോ അമ്മ? പൂവ് ഇറുക്കാൻ? ഇവിടെ ഇരുന്ന് ഇറുക്കാലോ, പിന്നെന്താ? അവരെ തുറന്നു വിട്ടാ വേണ്ടേ? ഗോസ്തി മിണ്ടായിരിക്കണേ അമ്മ. ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യേണ്ടത്? പൂ ഇറുക്കണം, പിന്നെ മീശ നമുക്ക് എടുത്ത് കളയണം. അപ്പം ഇങ്ങനെ ഒരു സാധനം വരും, അത് നമ്മൾ സൂക്ഷിക്കുക. പൂ ഇറുക്കുക, പൂവിൻ്റെ മീശ എടുത്ത് കളയുക. അപ്പം ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും തിന്നാം ഗൈസ്. എനിക്ക് അതിൻ്റെ രുചി ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു കുട്ടികൾക്ക് എണ്ണ കാച്ചി ഇത് തലയിൽ തേക്കും, ശരീരത്ത് തേക്കും. നല്ല മണമുള്ള എണ്ണയാണിത്. അടിപൊളി അമ്മ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മ. എന്ന് പറഞ്ഞാൽ അമ്മയുടെ കുക്കിങ്ങിന്റെ റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഞാൻ എപ്പോഴും തിന്നിട്ട് ഉമ്മെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് റിലേറ്റ് ആവൂല. ഞാനേ വീഡിയോയ്ക്കകത്ത് ഉമ്മെന്ന് പറയുമ്പോഴേ അവർക്ക് രുചി അവിടെ മനസ്സിലാവൂലല്ലോ. പക്ഷെ നമ്മൾ ഓരോ സാധനങ്ങൾ ഇതുപോലെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കത്തും. അപ്പോൾ ഞങ്ങളിത് ഇറുക്കട്ടെ ഗൈസ്. ഇറുത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. എന്തോരം പൂ ഇറുത്തപ്പോഴാണ് ഗൈസ് ഇത്തിപ്പൂരം പൂ കിട്ടിയെന്ന് നോക്കണേ. ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ ചെറിയ മൊട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അമ്മ പറഞ്ഞ് അതും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. മൊട്ടുകളും എടുക്കാം അല്ലേ? അതും എടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഇറുത്ത് ക്ലീൻ ചെയ്ത് ആദ്യം ഒരു പാത്രത്തിൽ, ഇതിനെ കണ്ണാപ്പയെന്നല്ലേ പറയണത്, കണ്ണാപ്പയ്ക്കകത്തോട്ട് വെച്ച് ഗൈസ്. എന്നിട്ട് ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? തേങ്ങ തിരുമണം അല്ലേ? അപ്പൊ അതിനു വേണ്ടി ആദ്യം തേങ്ങ ഉടക്കണം. വീട്ടില്
ആണുങ്ങൾ ചെയ്യുന്ന പണികൾ തേങ്ങ പൊതിപ്പ്, തേങ്ങ ഉടപ്പ് തിരിച്ച് പുറകു വശം വെച്ചു എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ ഇതെല്ലാം അമ്മയാണ് ഉടയ്ക്കണത്. വെട്ടിന്റെ ഞാൻ ഉടയ്ക്കാം. ഇവിടെ വെക്കണം അല്ലേ? 100% പ്രൊഫഷണൽ ഗൈസ്. കണ്ട 2 മുറി ഇത് കുടിക്കുക അല്ലേ? അത് പൊടി ഉണ്ടെങ്കിൽ അരിച്ചു തരാം. കുഴപ്പമില്ല, ഞാൻ കുടിച്ചോളാം. വയറള കൂടാ. നാച്ചുറൽ എനർജി ഡ്രിങ്ക് കുടിച്ച് എനിക്ക് എനർജി വന്നു. പെട്ടെന്ന് തിരി തരണേ. തേങ്ങ തിരുവണോ അല്ലേ? ഓക്കെ, അടുത്ത എൻ്റെ എക്സ്പെർട്ടീസിൽ ഒന്നാണ് തേങ്ങാ തിരുമൽ. ഓക്കെ, തേങ്ങ തിരുവ അറിഞ്ഞുകൂടാത്ത പിള്ളേരോ പയ്യന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ പഴയ ട്രഡീഷണൽ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരു പ്ലേറ്റ് എടുക്കുക, വെക്കുക, ഈ സൈസിനുള്ളൊരു ചിരവ എടുക്കുക, ഈ പാത്രത്തോട് ഇങ്ങനെ ഒരു രീതിയിൽ വെക്കുക, എന്നിട്ട് ഈ ചിരവയ്ക്ക് മണ്ടയിൽ ഇരിക്കുക. ചിരവയുടെ മണ്ടയിൽ ഇരുന്നതിന് ശേഷം തേങ്ങാപ്പൂൾ എടുക്കുക. റൈറ്റ് ഹാൻഡഡ് ആണ് നിങ്ങളെങ്കിൽ റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക. ഈ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ പൊത്തിപ്പിടിക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഈ പൊത്തിപ്പിടിച്ചേക്കുന്നത് ഈ ഒരു ഭാഗം ആദ്യം ഇവിടെ ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ചുരണ്ടുക, ഒന്നുകൂടെ ചുരണ്ടുക. അപ്പോൾ ഇതാണ് മോഷൻ. ഈ കൈ കൊണ്ട് നമ്മൾ പുഷ് ചെയ്യണം, ഈ കൈ കൊണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം, ഈ കൈ കൊണ്ട് അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ ഈ കൈ കൊണ്ട് ട്വിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ മോഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡ് ചുരണ്ടും തോറും ഈ തേങ്ങ കുറച്ചായിട്ട് ഇങ്ങനെ ആക്കി പിടിക്കണം. ഞാൻ ഈ വ്ളോഗിങ് തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ ഗൈസ്, ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഒരു കുക്കിംഗ് വ്ളോഗർ ആവുമോ, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇടുമെന്ന്. അമ്മ എന്തോ നമ്മൾ അവിടെ ചെയ്യണം? കുറച്ച് പാലെടുക്കാം, അതും കൂടെ തിരിക്കും. ഓക്കെ. അമ്മ നേരത്തെ ചിരകി വെച്ചിരുന്ന കുറച്ച് ഒരു തേങ്ങയുടെ പാല് ഓൾറെഡി ഉണ്ട് ഗൈസ്. ഇത് അടുത്ത തേങ്ങയാണ്. ഇത് കണ്ടോ? ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലും ഈ ഒരു സ്പീഡിലും നമുക്ക് ഇങ്ങനെ ചിരണ്ട. അപ്പോൾ ഇത് പടക്കേന്നും പറഞ്ഞ് ഈ സാധനം ചെയ്ത് തീർക്കാൻ പറ്റും ഗൈസ്. ഞാൻ കൈ ശ്രദ്ധിക്കുക. പിള്ളേർ ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇപ്പോഴൊക്കെ ഇതിനൊക്കെ മെഷീനുണ്ട്, പക്ഷേ ഈ ടെക്നിക്ക് ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ കൈ മുറിയാൻ നല്ല സാധ്യതയാണ്. കൊച്ചിലേക്ക് എൻ്റെ ഈ ഭാഗം കീറിപ്പോയിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ സ്ലിപ്പായി പോകുമ്പം ഈ ഭാഗമാണ് വന്ന് ഇതിനകത്ത് ചുരണ്ടി ഇളവണത്. അതൊരു വൃത്തികെട്ട വേദനയാണ് ഗൈസ്. ഇങ്ങനെ നമുക്ക് തേങ്ങ തിരുമാം. തേങ്ങ തിരുവും തോറും ഇതിന്റെ അകം ഇങ്ങനെ ആയിക്കോട്ടെ. മിക്സിയിൽ അടിച്ചത് റെഡിയാക്കി എടുക്കട്ടെ. അപ്പൊ ഞാൻ ഇത് തിരുമുന്ന സമയത്ത് അമ്മ ഇത് മിക്സിയിൽ അടിക്കും. മിക്സിയിൽ അടിക്കുന്ന എടുക്കാൻ പോടപ്പോഴത്തേക്ക് ഞാൻ ചിരണ്ടി തീർക്കാം. അമ്മ മിക്സിയിലിട്ട് എത്ര അടി അടിക്കണം? അതൊന്ന് അതിനെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കാൻ പാകത്തിന് മിക്സിയിലിട്ട് അടിക്കണം അല്ലേ? ഓക്കെ, ഒരു തേങ്ങാപ്പൂള് ഞാനിവിടെ ഫിനിഷ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നെക്സ്റ്റ് തേങ്ങാപ്പൂളിലേക്ക് കിടക്കട്ടെ. ഞാൻ വെള്ളം ഒഴിക്കണേ. ഓക്കെ, ഒരു തേങ്ങ ചിരണ്ടി തീരുമ്പോഴത്തേക്കും ഉണ്ടാകും ഇങ്ങനെ ഇരിക്കും. ഒരറ്റത്ത് മിക്സി അരക്കുന്നു, ഇവിടെ തേങ്ങ ചിരണ്ടുന്നു, മിക്സി അരയ്ക്കുന്നു, തേങ്ങ ചിരണ്ടുന്നു. അടിച്ചു കഴിഞ്ഞാ അമ്മ ഒന്ന് കാണിച്ചേ. ഇത് നല്ല പേസ്റ്റ് ആവണോ അമ്മ? ഇത് അരിച്ചെടുക്കണം അല്ലേ? അല്പം കൂടി അരയണം മോനെ. അത് അരഞ്ഞ കുറഞ്ഞു. അല്പം കൂടെ അരയണം അല്ലേ? ബാക്കി കൊത്തൊന്നുകൂടെ അരയ്ക്കും അല്ലേ? അരഞ്ഞില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എന്റെ പരിപാടി കഴിഞ്ഞ് മതി. തേങ്ങ തിരുമ്മി കഴിഞ്ഞ് കൊണ്ടുപോവാ. വീണ്ടും രണ്ടാമതൊന്നുകൂടെ അരച്ചെടുത്തപ്പോഴത്തേക്കും ഇങ്ങനെയായി ഗൈസ്. ഇതാണ്ട, അത് തേങ്ങ തിരുമ്മി എടുത്തതാണ്. ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കണോ? അപ്പൊ ഇതിന്റെ കൊത്ത് കളയൂ അല്ലേ? ലാസ്റ്റ് കൊത്ത് ഇടൂല. ഇത്ര പൂ മതിയല്ലേ അമ്മ? ഓക്കെ, അത് നമ്മൾ നല്ലവണ്ണം അരിച്ചെടുക്കുന്നു. ഗൈസ്, ഇത് പണ്ടേ ഉള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഐഫോണിൽ ഞാനിപ്പോൾ പുതിയതായിട്ട് കണ്ടൊരു ഫീച്ചറാണ്. നമ്മളിപ്പം ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പൂവിൻ്റെ ഫോട്ടോ എടുത്തെന്ന് വെച്ചോ. ഈ പൂവിൻ്റെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നോർമൽ ഫോട്ടോയിലൊക്കെ താഴെ ആണ് കിടക്കുന്നത്, കണ്ടോ? ഇത് ഒരു സെക്കൻഡ് ഇവിടെ പൂവിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് വരും. മൃഗങ്ങളുടെ ഫോട്ടോ, പ്ലാന്റ് പോയാ, മൃഗങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ മൃഗങ്ങളുടെ ഇത് വരും. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇത് ഞെക്കുമ്പോൾ ഈ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നാമം എഴുതി കാണിക്കും. ഇതിൻ്റെ പേര് സരക്കേ. അപ്പോൾ അതിൽ ഞെക്കുകയാണെങ്കിൽ അത് ഏത് ജെനസ് ഓഫ് പ്ലാന്റാണ്? അശോക ട്രീ. കണ്ട, അശോക മരം എന്നൊക്കെ കാണിക്കും.
ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ കൈസ്. ഇത് ഈ തേങ്ങ ഇവിടെ അടിക്കുകയാണേ മോനെ. ആ ബാക്കി ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന തേങ്ങയും കൂടെ തേങ്ങയും ബാക്കി അല്ല കൊത്ത് കളഞ്ഞ് നേരത്തെ അടിച്ച കൊത്ത് കളഞ്ഞ് അത് കാണിച്ചു തരാം പിന്നീട് കാണിച്ചു അത് ഉപയോഗിക്കുമോ അത്? ഇല്ല അത് പോയി. ഗൈസ് നേരത്തെ അടിച്ച കൊത്ത് ഇപ്പോ വെറും കൊത്തായി തീർന്നിരിക്കുന്നു. അതിൻ്റെ അകത്തൊന്നും ഇല്ല. ഇതിന് എന്തിനുള്ള അമ്മ? ആ ഓക്കെ. ഇതും കൂടെ അടിച്ചെടുത്തോ. ഇത് തേങ്ങാപ്പാല് ഉണ്ടാക്കാനായിട്ട് അമ്മ തേങ്ങ അടിക്കുകയാണ്. ചിരണ്ടിയ തേങ്ങ നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കുക. നമ്മൾ നേരത്തെ അടിച്ച് പാലല്ലേ തന്നെ പറയണേ അമ്മ? ചാറെടുത്ത് വെച്ചേക്കുന്ന അശോകപ്പൂവിന്റെ ആ കണ്ടെയ്നറിലോട്ട് തന്നെ ഇപ്പൊ നമ്മൾ അടിച്ച തേങ്ങയും കൂടെ ഇട്ടിട്ട് അതും ഇതേ കണക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്. അമ്മ ഈ 1-ാം പാല് 2-ാം പാൽ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പാലാണ്? അത് ഇതിനെ കട്ടിയായിട്ട് എടുക്കുന്ന 1-ാം പാല് ആദ്യം അടിക്കുമ്പോ കിട്ടണത്. എന്നിട്ട് പിന്നെ ഇതിനെ ഈ കൊത്തിനെ ഒന്നുകൂടെ അടിച്ചെടുക്കില്ലേ, അത് 2-ാം പാല്. എന്നിട്ട് 3-ാം പാലോ? അപ്പോ 3-ാം പാല് പിന്നെ വേണമെങ്കിൽ അതിന്റെ ചാറ് പിഴിഞ്ഞെടുക്കണതാണ് 3-ാം പാല്. അല്ലെ ഇപ്പോഴേ മിക്സിയിൽ അടിക്കുന്നത് കൊണ്ടേ ആദ്യമേ മൊത്തവും പാലും കിട്ടും. പണ്ട് ഈ മിക്സിയിലല്ലേ അടിക്കുന്ന, അപ്പോഴ് പാല് കിട്ടൂല. പണ്ട് ഇപ്പൊ ഒരടി തന്നെ കിട്ടും അല്ലേ? ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇനി കുറച്ചുകൂടെ 2-ാം പാൽ എടുക്കും അല്ലേ? ഇതിന്റെ ആദ്യത്തെ അടി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സാധനം വന്നു. ഇവിടെ മുന്തിരികൾ അണ്ടിപ്പരിപ്പുകൾ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല മുന്തിരിയാണോ എന്ന് ഞാൻ നോക്കട്ടെ. നല്ല മുന്തിരിയാണ് ഗൈസ്. നിങ്ങൾ പറയട്ടെ, ഇതുപോലുള്ള റെസിപ്പി വ്ളോഗുകൾ വേണമെങ്കിൽ എനിക്ക് അമ്മയോട് ഇങ്ങനെ കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യാമല്ലോ. പിന്നെ അമ്മയുടെ ടെക്നീക്കുകളും പഠിക്കാം. അമ്മ ഞാൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പാചകം ചെയ്യൂലേ അമ്മ? ചെയ്യും. പക്ഷേ ഞാൻ പ്രവർത്തനത്തിൽ ചെയ്യാറില്ല. പണ്ട് ഡൽഹി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ എനിക്ക് ചോറ്, സാമ്പാർ, പരിപ്പ്, തോരൻ, മെഴുക്കുവരട്ടിയൊക്കെ വെക്കാനുള്ള ബേസിക് ക്ലാസ് തന്നിട്ടാണ്. ഒരു പ്രാവശ്യം കൂടെ അടിച്ചെടുക്കട്ടില്ല, ഒരു പ്രാവശ്യം എന്നാലും ശരം കൂടെ അടിച്ചു. ലാസ്റ്റ് അടിയാണ് സുഹൃത്തുക്കളെ. ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജോലിയില്ല. ആണോ? ഇളക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. അതാരാ ഇളക്കണേ? അത് കാർത്തിക് സൂര്യ ഇളക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ജോലിയില്ലെന്നാണ് ഉദ്ദേശിച്ചത്. അമ്മ ഇതൊക്കെ നമ്മൾ വറക്കുവോ? മത വെറുതെ ഇടുവോ? അല്ല, നെയ്യിൽ വറക്കുവോ? അല്ലേ? അണ്ടിപ്പരിപ്പ് റെഡിയായി വരുമ്പോ ഇട്ട് കൊടുക്കും. കൊതു കടിക്കുന്ന കേട്ടാ. എന്നാ അമ്മ കടിക്കുന്നുണ്ടോ? ഇല്ല, സമയമില്ല എനിക്ക് ശ്രദ്ധിക്കേ. ഇനി ഇതിന്റെ അകത്ത് ഒന്നുമില്ല കേട്ടാ. വേണമെങ്കിൽ അതിന് 3-ാം പാൽ എടുക്കാം. വേണ്ട, ഇത്രയും പാല് മതി. തേങ്ങ തന്നെ തള്ളകി വിളിക്കുകയായിരിക്കും. എടാ സാമദ്രോഹികളെ, എന്നെ വിടറാ, കൽപ്പക വൃക്ഷത്തിന്റെ കുരുവായി എന്നെ നീയൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. ഗൈസ്, അടുത്ത പരിപാടിക്ക് വേണ്ടി ഞാൻ കൈ കഴുകി വരികയാണ്. കൈ കഴുകിയിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത തേങ്ങാപ്പാലും അശോകപ്പൂവിൻ്റെ എക്സ്ട്രാക്റ്റും കൂടെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്താണമ്മ? ഇത് നമ്മുടെ ഇവിടെ മെല്ല് ചീത്ത ആയതുകൊണ്ട് മാവിന് കിട്ടിയില്ല. അങ്ങനെ ഈ മാവ് വാങ്ങി. അപ്പത്തിന്റെ മാവാണേ. ഇതിൽ എന്ത് മാവാണ് ഇടാനുള്ളത്? അരിമാവ്. അപ്പൊ ഇത് അരിമാവല്ലേ? അരിമാവ്. ഞാൻ കൺഫ്യൂഷനായി. ഇത് മാവേ വാങ്ങി ഇവിടെ. നമ്മളിവിടെ പൊടിക്കാൻ പറ്റാത്തോണ്ട് വാങ്ങി. ഗൈസ്, ഇവിടെ സാധാരണ കവറിലെ മാവ് വാങ്ങുന്നതല്ല, നമ്മൾ സാധാരണ പൊടിപ്പിക്കുകയാണ് ചെയ്യണത്. അതാണ് അമ്മ. അതൊന്നും കുഴപ്പമില്ല, ഇത് എല്ലാവരും ഇതൊക്കെയാണ് ഉപയോഗിക്കണേ ഇപ്പം. ശരി, ഇതൊന്ന് പുട്ടിന്റെ മാവും കൂടെ ഇടണേ. പുട്ടിന്റെ മാവ് അരനാഴിയാ? അളവും കൂടെ പറഞ്ഞോടാ. അരനാഴി. ഇത് അരിമാവ് എത്ര നാഴി? ഒരു നാഴി ഇട്ട്. ഇത് അരനാഴി. അത് കൺഫ്യൂഷൻ ആയിപ്പോ. ഈ അരിമാവ് എത്ര നാഴിയാണ്? അത് 2 നാഴി ഇടാം. 2 നാഴി അരിമാവും അരനാഴി പുട്ടുപൊടി, വെള്ളപ്പുട്ടുപൊടി, അരിപ്പുട്ടുപൊടി, വറുത്ത പുട്ടുപൊടി അല്ലേ? വറുത്തത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു ചെയ്തോ. ഇത് ബൈ മിൽക്ക് മെയ്ഡിന്റെ കൂടാണ് ഗൈസ്. അമ്മയ്ക്ക് ഒരു സേവനാഴി വാങ്ങിക്കൂടെ? അപ്പത്തിന് പൊടിക്കണം. അപ്പത്തിന് പൊടിച്ചിട്ട് പുട്ടിന് കുറച്ച് ആവി കയറ്റി ഈ മാവിനെ മാറ്റി വെച്ച് അരിപ്പിൽ അരിച്ചെടുക്കണം. ഇതിപ്പോ നമ്മള് 2 നാഴി അപ്പത്തിന്റെ മാവും അരനാഴി പുട്ടിന്റെ മാവുമാണ് ഇട്ട. കാരണം ചെറിയ തരി വേണം, അതിനു വേണ്ടിയാണ് ഇട്ട. ഈ മാവ് ഇതിൽ തട്ട്. ഇത് മൊത്തത്തിൽ തട്ടട്ടെ? നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിലപ്പോ അത് കട്ടയായിട്ട് വരുമോ? ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ആക്കാം. വേറൊരു പാത്രത്തിൽ കുഴച്ചിടാം. വേറൊരു പാത്രത്തിലോ? ഇത് രണ്ടും മിക്സ് ചെയ്യണം അല്ലേ? അല്ല, ഇതില് ഒഴിക്ക് ശകലം. അങ്ങനെ ഒഴിക്കാം. ഓക്കെ. അല്ലെങ്കിൽ ശർക്കര ഒഴിക്കും. ഓക്കെ. അമ്മ കൺഫ്യൂഷൻ ആക്കല്ലേ.
അമ്മയ്ക്ക് ചെയ്തുള്ള സ്പീഡാണ് കേസ്. അമ്മ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പതുക്കെ ഓക്കെ. ഇത് ശർക്കര പാണി. ഇത് എത്ര ശർക്കരയുടെ പാണി അമ്മ? 2 ഉണ്ട എടുത്തു. 2 ഉണ്ട. അതാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ കണക്ക്. 2 ഉണ്ട. 2 ഉണ്ട ഇതിനകത്ത് ഒഴിക്കണോ? അല്ല, കുറച്ചൊഴിച്ച് മധുരം നോക്കിയിട്ടേ ഒഴിക്കും. ഓ, നിങ്ങളുടെ ആവശ്യാനുസൃതമായിട്ടുള്ള അമ്മ ഒഴിച്ചോ, ഞാൻ കലക്കാം. നിങ്ങളുടെ ആവശ്യാനുസൃതമുള്ള ശർക്കര പാണി, അതായത് നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ശർക്കര കൂടുതൽ ഇടുക. നിങ്ങൾക്ക് നല്ല മധുരം വേണ്ട, കുറച്ച് മധുരം മതിയെങ്കിൽ ശർക്കര കുറച്ച് കുറച്ച് കുറച്ച്. അത് കട്ട പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇളക്കട്ടാ? വേണ്ട, ഞാൻ ഇളക്കാം. അമ്മ ഇളകി കഴിഞ്ഞത് പെട്ടെന്ന് തീരും. ഞാൻ ഇളക്കുന്നുണ്ട് കുറച്ച് സ്ലോ. അതിനകത്തോട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കും. ഇപ്പം ലൂസായി. അശോകത്തെറ്റിയും തേങ്ങാപ്പാലും കൂടെ വെച്ചേക്കുന്ന എക്സ്ട്രാക്റ്റ് കൂടെ ഒഴിച്ചിട്ട് ഇത് നമ്മൾ കുഴയ്ക്കണം. കുഴയ്ക്കുന്നതിൻ്റെ ഒരു ക്ലോസ് കാണിച്ചു കൊടുത്തേടാ. എനിക്ക് അത് അടിയിലൊക്കെ മറ്റേ മാവ് കിടപ്പുണ്ടമ്മ. പേടിച്ചിട്ടാണ് അമ്മ ഇങ്ങനെ ഉറക്കി കുറിക്കുന്നത്. പക്ഷെ ചെറിയ പാത്രം ആയിപ്പോയി. അതെ. ഇതിൻ്റെ അകത്തോട്ട് തട്ടട്ടാ ഇതിൻ്റെ. എന്നിട്ട് നമ്മളിതാ ഈ കുഴച്ച് വെച്ചേക്കുന്ന ഈ ഇതെടുത്ത് നമ്മുടെ ലൈനിയിലോട്ട്, ലൈനി എന്നല്ല എന്നെ പറയണത്, അത് ഇളക്കിക്കോ കൈ കൊണ്ട്. എന്നിട്ട് ഇത് ഭയങ്കര ലിക്വിഡായമ്മ. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കി. എനിക്കിപ്പോൾ എന്താണ് ഓർമ്മ പറയണതെന്ന് അറിയാമോ? മറ്റേ ഒരു സിനിമ ഉണ്ട് അമ്മ, അയ്യോ, ശത്രു എന്ന് പറയുന്ന പേരുള്ള സിനിമ ഏതാടാ? മറ്റേ ശത്രുഘ്നൻ. അയ്യോ, ആ സിനിമയുടെ പേര് തെങ്കാശി പട്ടണം. ഇപ്പൊ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നത് ബാക്കി ശർക്കര പാണിയും കൂടെ കയറി ഇതിൻ്റെ അകത്ത്. ശർക്കര പാണി അല്ലേ, ശർക്കര പാണി ഇവിടെ ഉണ്ട്. മാവ് ബാക്കി ഉണ്ടായിരുന്നു. തെങ്കാശി പട്ടണത്തില് മറ്റേ മഞ്ഞവെള്ളം കലക്കിക്കൊണ്ടിരിക്കുന്ന കാവ്യ ചേച്ചി ഇല്ലേ, ആ ഓർമ്മയുണ്ട് എനിക്ക് വരുന്നത്. കൊച്ചു ഗള്ളി നീയും കലക്കുവാണോടി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഉണ്ടാവുണ്ടമ്മ. അതിനെ ഞവടി ഉടക്കണം. ഓക്കെ ഗൈസ്, ഒരു ഉണ്ട പോലും അല്ലെങ്കിൽ ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇത് കഴുകി, ഞവടി ഉടച്ച് ഇതൊരു ലിക്വിഡായിട്ട് ഒരു സ്പൂണ് അമ്മ. അല്ല, മധുരം നോക്കേ അമ്മ. ആൾക്കാർ തള്ളക്കി വിളിക്കും ഞാൻ ഇത് വിരലെടുത്ത് വായിട്ടിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇടണമെങ്കിൽ. എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ. ഉണ്ടാ കൂട്ടണോ? വേണ്ടല്ലോ. അതെന്താ തേങ്ങാപ്പാൽ വീണ്ടും ഒഴിക്കുന്നത്? ഒരു കുട്ടം തേങ്ങാപ്പാൽ അതിൻ്റെ അകത്ത്. അമ്മ ഇതെന്തെന്നും പറഞ്ഞ അളവ് പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക്. 2 തേങ്ങയുടെ പാല് തീർന്ന. അല്ല, അപ്പൊ ഈ ബാക്കി ഇരിക്കുന്നത് അത് വേണോ? അത് ഇനി വേണോ അല്ലേ? ഇതെന്ത് കട്ടി? ഇങ്ങനെ ഈ ഒരു കട്ടിയിൽ വരണം അല്ലേ? ഈ ഒരു കട്ടിയിൽ വരുന്നത് വരയ്ക്കും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച്. ഒന്ന് ഒഴിച്ചോ, മൊത്തം ഒഴിച്ചോ? അതെന്തിനമ്മ? നമുക്ക് പിന്നീട് ഒഴിക്കാം. അതെന്താ സേവ് ചെയ്ത് വെച്ചേക്കുന്നതാണോ? മതി. ഇനി മധുരം നോക്കിയാണ് കേട്ടോ, ഞാൻ പ്രൊഫഷണലേ. മറ്റേതാണെങ്കിൽ വിരലെടുത്ത് വായിട്ട്. മധുരം മതിയാ നോക്ക്. കൂടിപ്പോയാ? കുറച്ച്. അല്ല, അത് ഇതെല്ലാം കൂടി അല്ല, എന്റെ ടേസ്റ്റ് ആണ് അത്. മധുരം കറക്റ്റ് ആണ്. ഒരു സ്വീറ്റ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. കൊണ്ടുപോവാ. ഒരുപാട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം മാത്രമേ ഇടാവൂ കേട്ടോ. ഇവിടെ വെക്കട്ടെ അമ്മ. ഉരുളി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തു. ഉരുളി എടുക്കാം. ഇത് കൈ കഴുകട്ടെ? കൈ കഴുകിയിട്ട് അതിനുശേഷം കൈ ഒന്ന് കഴുകിയതിന് എന്നിട്ട് ഉരുളി എടുക്കുക. അമ്മ, ഈ ഉരുളിയിലാണ് നമ്മുടെ ഒരപ്പം ഉണ്ടാവാൻ പോകുന്നത്. ഉരുളി നമ്മൾ അടുപ്പിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. കറക്റ്റാണോ? മതിയാ? ഉരുളി വെച്ചിട്ട് ഇതാണോ തവി? ചട്ടുക. ഈ ചട്ടുകം വെച്ചായിരിക്കും ഞാൻ ഇളക്കാൻ പോകുന്നത്. നമ്മൾ എത്ര നേരം ഇളക്കേണ്ടി വരും? 10 മിനിറ്റ് ഇളക്കണോ? 10 മിനിറ്റ്. ഇത് വറ്റി റെഡി ആവുന്നത് വരെ ഇളക്കാം. അപ്പൊ അതൊരു ഊഹം 10 മിനിറ്റ് എടുക്കുമോ? അറിഞ്ഞൂടാ, സമയം നോക്കിക്കോടെ. ഓക്കെ, നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ സമയം എത്രയാവുമെന്ന്. കൊതു കടിക്കണം. പിന്നെ മാത്രം കടിക്കണം. അതെന്ത്? എന്റെ നൈറ്റ്. ഈ മഞ്ഞ ടീഷർട്ട് ഉണ്ടല്ലോ, ഞാൻ പണ്ടത്തെ ടീഷർട്ടാണ് ഗൈസ്. ഇതൊക്കെ എനിക്കിപ്പോ സൈസായി വരുന്നത്. അമ്മ, ഞാൻ മെലിയല്ലേ അമ്മ? മെലിഞ്ഞു ഇല്ലേ? രസമില്ലേ ഇപ്പോ? ഇനി മാരത്തോൺ ഓടിക്കൊണ്ടിരുന്ന സമയത്തുള്ള തടിയാവും അമ്മ. അടുത്തതായിട്ട് അമ്മ നെയ്യ് എത്ര ഒഴിക്കണം? നെയ്യ് കൂടുതൽ ഒഴിച്ചാൽ ഇത് നല്ലതായിട്ട് വരുവുള്ളൂ. നെയ്യ് കൂടുതൽ ഒഴിക്കണം അല്ലേ? അലുവ കിട്ടും പോലെയാണ്. അലുവ ഉണ്ടാക്കാൻ അറിയാവോ അമ്മയ്ക്ക്? അതൊക്കെ ഭയങ്കര പാട്. അറിയാമോ? അപ്പൊ ഇത് ശരിക്കും അലുവയാണ്. ആണോ? ഓഹോ, ഉരപ്പല്ലേ? ഉരപ്പാണ്, പക്ഷെ ഇത് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് ശരിക്കും ഇത് അലുവ കിണ്ടും പോലെയാണ് കിണ്ടുന്നത്. അത് കിണ്ടി വരുമ്പോ അറിയാം. ഓക്കെ. ഇപ്പൊ അലുവ എനിക്ക് അറിഞ്ഞൂടാ. കടുക്കുവോ? അമ്മയല്ലേ പറഞ്ഞ 10 മിനിറ്റ് കിണ്ടിയാ മതിയെന്ന്? അത് മൂത്ത് വരണ്ടേ? തൽക്കാലം
ഇപ്പൊ ഇളയതാണല്ലേ. ഓക്കെ അമ്മ, ഇത് എത്ര നെയ്യ് ഒഴിച്ചിപ്പം? ഇതെത്ര അളവിന്റെ ടിന്നാണിത്? ഞാൻ എന്തെന്ന് പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക്. ഇത് 200 ml. 200. അപ്പൊ അത് കുറച്ചുകൂടി ഒഴിച്ചു വെക്കാം, അപ്പോഴത് അളവാകും. അതിലൊഴിച്ചില്ലേ അപ്പം? നിറയെ ഉണ്ടായിരുന്നോ? നിറയെ ഉണ്ടായിരുന്നു. നിറയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു മുക്കാൽ നിറയുണ്ട്. 100 ml അവിടെ കിടപ്പുണ്ട്, 100 ml ഇതിനകത്ത് ഇരിപ്പുണ്ട്. തിളക്കട്ടെ, ഞാൻ ഇതൊക്കെ മാറ്റിട്ട്. ഓക്കെ, അപ്പൊ ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ അടുക്കള ഒതുക്കിയിട്ട് വരാം. സംഭവം തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അതിനകത്ത് കുമ്പളയൊക്കെ വന്നു പറയാം. ഇത് കുറച്ചുകൂടെ ഒഴിക്കണം. കുറച്ചെന്ന് പറഞ്ഞാൽ അമ്മ പറയണേ. മതിയാ? ഓക്കെ, ഒരു 10 ml ഒഴിച്ചാണ് ഞാൻ വീണ്ടും. ഓക്കെ, അത് തിളച്ച് വരും. പക്ഷെ എനിക്ക് തോന്നേ ശരിക്കും കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ കൈവാക്കിന് വരും. ഈ ന്യൂലി ആയിട്ടുള്ള ആൾക്കാർക്ക് വരുമ്പോഴാണ് ഈ കറക്റ്റ് അളവിന് പ്രിസൈസ് ആയിട്ട് ഇടുന്നത്. ഓ അടുത്തതായിട്ട് ഈ തിളച്ചോണ്ടിരിക്കുന്ന നെയ്യിലോട്ട് അമ്മ എന്ത് വെച്ചിട്ടമ്മ? അല്ല, ഇത് അങ്ങനെ ഞാൻ ഒഴിച്ചു തരാൻ വേണം അമ്മ? ഇത് വേണ്ട, കൈ തെറിക്കല്ലേ. മൊത്തത്തിലെടുത്ത് ഒഴിച്ച് കമിഴാതിരിക്കാൻ ചെറിയൊരു കപ്പിലാക്കിയിട്ട് ഒഴിക്കുകയാണിത്. എന്തോ സുഹൃത്തുക്കളെ, എൻ്റെ മനസ്സ് പറയുന്നു 10 മിനിറ്റിൽ ഇത് ഇളവി തീരില്ല എന്ന്. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സാധനം ഉരുളിക്കകത്തിട്ട് ഇപ്പൊ ടൈം കാണിച്ചു കൊടുത്തേടാ. 6:50 നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇത് ഇളക്കാൻ തുടങ്ങിയൊക്കെയാണ്. അപ്പോൾ ഇളക്കുന്നതിൻ്റെ ഇടയിലുള്ള അപ്ഡേറ്റ്സ് ഞാൻ തരാം. ഞാൻ കുറച്ച് നേരം ഇളക്കട്ടെ. എന്തായാലും ഇപ്പൊ പാടൊന്നുമില്ല, നല്ല സുഖം. ഇപ്പൊ ഇളക്കാൻ എളുപ്പമുണ്ട് അമ്മ, ഇളക്കാൻ എളുപ്പമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇളക്കിക്കോളാം. ഇളക്കിക്കോ, ശരി. അവസാനം കടുക്കുമ്പോ ശരിയാവും. ചുമ്മാ കടുക്കുവോ ഇത്? ഇല്ലേ, എന്തോ സസ്പീഷ്യൻ എനിക്ക് അടിക്കുന്നു സുഹൃത്തുക്കളെ. അമ്മ, ഈ കടലപ്പായസം ഇളക്കണതിന് എത്ര പാട് വരുമോ? അത് പാടില്ല, അതിനേക്കാളും പാടാണ് കടലപ്പായസം ഇളക്കണ എത്ര. അയ്യോ, കടലപ്പായസം ഇളക്കുന്നതാണ് കയ്യിലും ഒക്കെ തെറിച്ച്. അതിൻ്റെ രുചി പോലെ തന്നെ അത് ഉണ്ടാക്കാനും പാടാണ്. അമ്മ നല്ല കടലപ്പായസം ഉണ്ടാകും, സൂപ്പർ കടലപ്പായസമാണ്. അമ്മയുടെ റെസിപ്പീസ് വേണമെങ്കിൽ ഇതേ കണക്ക് നമ്മൾ ഇടയ്ക്ക് ഓരോ കുക്കിംഗ് വീഡിയോ ഞാൻ വീട്ടിൽ മാസത്തിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 5 ദിവസം കാണുമല്ലേ അമ്മ? ഞാൻ ഇപ്പം ഒരു 5 ദിവസം വീട്ടിൽ കാണും. ആലോചിച്ച് നോക്കിയാണേ, ബാക്കി ഫുൾ ടൈം നമ്മൾ ജോലിയും വർക്കും പോഡ്കാസ്റ്റും മഴവിൽ മനോരമയും ഒക്കെ ആയിട്ട് നടത്തുവാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാസത്തിൽ ഒരു കുക്കിംഗ് വീഡിയോ എങ്ങാനും ഇതേ കണക്ക് സെറ്റാക്കാം. അത് രസമായിരിക്കും. എനിക്കിഷ്ടമാണ് അമ്മയോടെ ഇങ്ങനെ ഒന്ന് വാളിയൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണത്. അമ്മ ഇപ്പം ഇതിൻ്റെ അത് ഉണ്ട ഫോം ചെയ്യുന്നുണ്ടോ എന്ന് സംശയം. അത് കുഴപ്പമില്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉണ്ട ഫോം ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് നേരം ഇളക്കിയിട്ട് വരാം. മൂട്ടി പിടിച്ചാ? അയ്യോ, അതെന്ത് പറ്റി? അത് ഇളക്കുന്നത് എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കി വരണം, അല്ലാന്നുണ്ടെങ്കിൽ മൂട്ടിൽ പിടിക്കും. അപ്പൊ ഞാൻ ഇളക്കി ശരിയല്ലെന്നാണ് അമ്മ പറഞ്ഞത്? ശരിയായില്ല. അയ്യോ, എങ്ങോട്ട് ഞാൻ കറക്റ്റായിട്ട് ഇളക്കാം. കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ. എനിക്ക് തോന്നണേ അമ്മ, ഈ ചട്ടുകോ അല്ലാതെ ഇത് ഇളക്കാൻ ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ടൂള് കാണും, ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. അത് ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണാപ്പേ കുറച്ച് നീളമുള്ളത്. നീളം കൂടുതലാണ്. വേറെ വലുതുണ്ട്, എടുത്തോണ്ട് വരാൻ. വേണോ? അല്ല, ഇത് ഇതിട്ട് ഇളക്കാം തൽക്കാലം. എനിക്കിത് മതി, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ തീയിൽ കുരുത്തതാണ് ഗൈസ്. എന്താ ഒരു ചിരി? ചുമ്മാ ഗൈസ്. 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു 10 മിനിറ്റ്, പക്ഷെ 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഒരു സത്വമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. തീയിൽ കുരുത്ത ഞാൻ ചെറുതായിട്ട് വേവുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. പക്ഷേ ഞാനത് ചെയ്യും ഗൈസ്. അമ്മ, ഇത് നല്ല കട്ടിയായി തുടങ്ങി കേട്ടോ. അത് റെഡിയാ. ശകലം നെയ്യ് ഒഴിക്കണേ. ഓക്കെ. വീണ്ടും ബാക്കി ഉണ്ടായിരുന്ന നെയ്യ് അത്രയും ഒഴിച്ചില്ല, കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി നെയ്യ് ഇവിടെ അമ്മ ഒഴിച്ച്. ഒഴിക്കേണ്ടി വരും, അതൊന്നും എടുക്കേണ്ടി വരും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. കടുക്കുന്നതിനനുസരിച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ. ഓഹോ, തീ ഫുള്ളായതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കുന്നുണ്ട് ഗൈസ്. കട്ട പിടിക്കുന്നതല്ല, പിന്നെ ഐ മീൻ ടൈറ്റ് ആവുന്നുണ്ട് മാവ്. ഇന്ന് രാവിലെ ബൈസെപ്സിന് കളിക്കണ്ടായിരുന്നു. ആക്ച്വലി ഇത് ബൈസെപ്സിനല്ല കളിച്ച് ഓടേണി, കുഴപ്പമില്ല. ഇവിടെ ഗൈസ് ഇത് നോക്കിയ ഗൈസ്, ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യുടെ മണമാണ്. ഉമ്മ, എനിക്ക് ടെൻഷൻ കേട്ടോ, ഇത് അടി പിടിച്ചു പോകുമെന്നേ. അതെ, 10 മിനിറ്റ് ആയിട്ട് ഞാൻ ഇളക്കുകയാണ് ഗൈസ്.
അത് ഞാൻ പറഞ്ഞ സമയമായി. നല്ല രീതിയിൽ ചൂട് ചൂട് അമ്മയൊക്കെ സമ്മതിക്കണം. എന്തോനെ? അല്ല ഒന്നുമില്ലമ്മ. കടുക്കാണ്, അല്പം നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കും. ഇവിടെ നോക്കട്ടെ നോക്കട്ടെ. ബാക്കി നെയ്യ് കൂടെ ഒഴിച്ച് ഇനി കുറച്ചുണ്ട്. ഇളക്കട്ടാ. മധുരം നോക്കണം. മുന്തിരി നെയ്യ് പതുക്കെ. കുറച്ച് കഴിയുമ്പോ ക്യാമറമാനൊക്കെ വെന്തിരിക്കും ഇവിടെ. എന്താ ഒരു കുക്കിംഗ് വ്ളോഗ് എടുക്കാൻ പോയതാ. ഞാൻ ഇളക്കി തരട്ടാ. ആ നെയ്യ് വരുമ്പോൾ നമുക്ക് എളുപ്പമാവും. ഇത്രയും സ്പീഡിന് ഇളക്കണോ കുറച്ചുകൂടെ പതുക്കെ ഇളക്കിയാൽ മതിയാ? സാവധാനം ഇങ്ങനെ ഇളക്കി പോയാൽ. ഞാൻ ജോബ് ഇപ്പുറത്ത് നിൽക്കുക. ഞാൻ മുന്തിരി അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കും. തീ ഇട്ടേ കിടക്കുകയാണ്. അമ്മ ഇപ്പുറത്തേൽ നിന്ന് ഇതാക്ക്. ഞാൻ ഇതിനടുത്ത് ഇപ്പുറത്ത് വെക്കാം. അത് ഓണാക്കി. അത് ചെറിയ അടുപ്പ്. ചെറിയ അടുപ്പാണ്. അരമണി കിലുങ്ങണ കിങ്ങിണിയാലേ കള്ളനോട്ടമെന്തേ. മധുരം കുറഞ്ഞു. ഇതും കൂടെ ഒഴിക്കട്ടെ. ഒഴിച്ചോ അമ്മ. മധുരം കുറഞ്ഞെങ്കിൽ നമ്മൾ ബാക്കി ഒഴിക്കട്ടെ. അമ്മയുടെ ആണ് കണക്ക്, ഞാനല്ല ഇതിലാണ്. അത്രയും വേണമെങ്കിൽ രുചി വരുവുള്ളൂ അല്ലേ? ഓക്കെ, ബാക്കി ശർക്കര പാനിയും കൂടെ ഒഴിച്ചു ഗൈസ്. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കുകയാണ്. ഇപ്പൊ ഇത് ഗൈസ്, എനിക്കൊരു സിനിമ ഓർമ്മ വരെയാണ്, ലാവയൊക്കെ പോലെ ഇരിക്കുന്നത്. ഇപ്പൊ 15 മിനിറ്റ് ആയപ്പോ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയൊക്കെയാണ്. ഞാനേ അമ്മ ഈ വ്ളോഗ് തുടങ്ങുന്ന സമയത്ത് ചൂടാവും കേട്ടോ. അല്ല അത് കുഴപ്പമില്ല, ചൂടാവുമോ അങ്ങനെ? സ്വപ്നത്തിൽ പോലും അമ്മ ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ അമ്മേരോടെ ചെയ്യുമെന്ന്. കാരണം അമ്മയ്ക്കൊന്നും വ്ളോഗിൻ്റെ ഒരു ഐഡിയ ഇല്ലല്ലോ. ഇല്ലേ അമ്മ? ഞാൻ വ്ളോഗ് തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് എന്താണ് തോന്നിയത്? വലിയൊരു ചോദ്യമാണ്. എന്നാലും ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് നടക്കുമ്പോഴത്തേക്കും ജോലിയൊന്നും ചെയ്യാതെ നിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഇത്രയും പഠിച്ചതൊക്കെ വേസ്റ്റ് ആയി പോകും തോന്നിയില്ലേ? അത്രയ്ക്കൊന്നും ചിന്തിച്ചു കാണൂലല്ലേ അമ്മ? ചിന്തിച്ചാതാ? ഇല്ലേ? അത് മൂട്ട് പിടിക്കാതെ നോക്കിക്കോ. ഞാൻ നോക്കിക്കോളാം. ഇനി അടുത്ത ഏലക്ക ഇടണം. ഇതിപ്പോ പിള്ളേർ പറയും ഇങ്ങനെ ഞങ്ങൾക്ക് കഴിക്കണ്ടെന്ന് പറയും. കൂടുതലായതുകൊണ്ടാണത്. ഇത് കുക്കിംഗ് മോട്ടിവേഷൻ എന്നും പറഞ്ഞിട്ട് ഒന്ന് നിർത്ത്. ഞാൻ ഇതൊന്ന് ഇട്ടോട്ടെ കൈ. ഓക്കെ, നെയ്യിലേക്ക്, ചൂടായ നെയ്യിലേക്ക് അമ്മ അണ്ടിപ്പരിപ്പും അതിനോടൊപ്പം മാത്രം ഇട്ട്. അതാ എന്താ മുന്തിരി ഇടാത്ത? മുന്തിരി പിന്നീട് ഇടുള്ളൂ. മുന്തിരി പിന്നീട് ഇടുള്ളൂ. ഓക്കെ, അപ്പൊ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടേക്കാണ് സുഹൃത്തുക്കളെ. അയ്യോ, അമ്മൻ്റെ അടുത്ത് മാറാൻ പറഞ്ഞോണ്ടല്ലേ? ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ഞാൻ അണ്ടിപ്പരിപ്പ് കിണ്ടാം. ഇനിയും കട്ടിയാവണോ അമ്മ? അത് പിന്നെ ഉരുണ്ട് വരണോ? ഇതല്ല പോലെ കേട്ടോ. ഞാൻ വിയർത്ത് കുളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. ചുണ്ടിൽ ചുടുതാളമേളം കാട്ടുമുല്ലപ്പൂവേ ഏലക്ക. നല്ല മണം കേട്ടോ. ആ കാർഡമം എടുത്തപ്പോഴത്തേക്ക് നമ്മളിവിടെ പൊടിപ്പിച്ചാണ് അമ്മ. എത്ര ഏലക്കപ്പൊടിയാണത്? കുറച്ച് ഏലക്കപ്പൊടി. ഇത് കാണിച്ചു കൊടുക്കടാ. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, 2.5 ടേബിൾ സ്പൂൺ മണത്തിനനുസരിച്ച് ഏലക്കാപ്പൊടി. മതി 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 പോരെ. ആദ്യം അണ്ടിപ്പരിപ്പുകൾ മൂപ്പിച്ച് സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോഴും ഇത് ഇളക്കണം കേട്ടോ. കുറച്ച് നെയ്യൂടെ ഒഴിച്ചിട്ട് അടുത്ത ഇനി മുന്തിരിങ്ങ മൂപ്പിക്കാൻ പോവാണ്. നോക്കട്ടെ. എന്റെ അമ്മ സമ്മതിച്ചേരണം അമ്മേ. അല്ല, അതുകൊണ്ടാണ് ഞാൻ ശരിയാക്കാത്തത്. ആണല്ലേ? അതുകൊണ്ടാണ് അശോകപ്പൂ വരുമ്പോ ഈ സാധനം ഞാൻ വെക്കാത്തത്. അല്ല, അത് എന്റെ കൈ ശരിയാവൂല. പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു. വേണ്ട, ഞാൻ ഇളക്കി തരാം. അല്ല, നോക്കട്ടെ. അമ്മയുടെ ഈ കൈ പണ്ട് വീണ് ഒടിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അത് ഇപ്പോഴും ഒരു റോഡ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഈ ഒരുപാട് ഇളക്കൽ പരിപാടികൾ ചെയ്യുന്നത്. ഞാൻ ഇളക്കി തരാം. ഇങ്ങനെ ഇളക്കിയാൽ മതി. അങ്ങനെ അല്പം നെയ്യും കൂടെ വേണം. ഇപ്പൊ നെയ്യും കൂടെ വേണോ ഗൈസ്? അപ്പൊ പരുവം അനുസരിച്ചാണ് നെയ്യ്. എന്തായാലും 200 ml നെയ്യ് മൊത്തം അത് ആദ്യം പാതി ഒഴിക്കണം. പിന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തോണ്ടേയിരിക്കണം. കൈ എടുക്കണേ, അല്ല, അതിന്റെ തെറിപ്പ് ഞാൻ ഞെട്ടിയതാണമ്മ. അമ്മ എന്താ ഞെട്ടാത്തത്? ഒന്നും ഞെട്ടാ എനിക്ക് പ്രാന്തില്ലടാണ്. ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് 20 മിനിറ്റ് ആയി ഗൈസ്. 20 മിനിറ്റ് ആയപ്പോ ഒരു മണവും വന്നു തുടങ്ങി. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അമ്മ. മതിയാ? ചേരും, കുറച്ചുകൂടെ മധുരം ചേരും. പക്ഷെ എന്റെ മധുരത്തിന് ഓക്കെയാണ്. എന്തായാലും ഒരു ശകലം പഞ്ചസാര ഇടണം. പഞ്ചസാര ഇടുവോ ഇതിനകത്ത്? ശകലം. തീ കുരുത്തത്.
ഗൈസ് ഇതൊരു ഉണ്ടയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ പരുവം അല്ലേ അമ്മ? ഓക്കെ, അത് ഉണ്ടയാക്കി അതിനെ എടുത്ത് മാറ്റുക. ഗൈസ് ഞാൻ ഓവറാണ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പറയണം. എനിക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഗൈസ് മണം കുറവായതുകൊണ്ട് അമ്മ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് ഇപ്പോൾ ക്യാമറ ഓഫ് ആയിരുന്നപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഇത് കറക്റ്റായിട്ട് ഉരുണ്ട് വരാനാണ്. ഞാൻ പിടിച്ചോളാം അമ്മ. സൂക്ഷിച്ചേ. ഓ, എന്നിട്ട് വീണ്ടും ഞാൻ സാവധാനം ഇളക്കിയാൽ മതി. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ട് ഞാൻ ഇളക്കുകയാണ്. മോനെ സാവധാനം ഇളക്കിയാൽ മതി. ഓ, സാവധാനം ഇളക്കാം. ഇനി ഞാൻ ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ട് നമ്മൾ ഇളക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി അമ്മ എന്തോന്ന് ചെയ്യാൻ പോണോ? ഇനി ഇത് കോരി വെക്കണ്ടേ? ഓ, എന്നാണ്ട് ഇവിടെ നേരത്തെ നമ്മൾ പാത്രം പൊരിച്ച് വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വറുത്ത് കോരി അമ്മമാര് ഈ ഓണത്തിന് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വയ്ക്കും പായസം ഇടാൻ. അത് ചെന്ന് അടിച്ചു മാറ്റി തിന്നണം. ഒരു സുഖം പോലൊരു സുഖം കുട്ടിക്കാലത്ത് വേറെ ഒന്നുമില്ല. അമ്മ നമ്മൾ അച്ഛൻ എവിടെ? അച്ഛനെ കണ്ടില്ല. ഒരു കഥ തുറന്നിട ഞാൻ പോയി അടച്ചിട്ട് വന്നു. ആണോ? ഓക്കെ, ഇപ്പം ഞാൻ കുറച്ചുകൂടി ഇളക്കിൻ്റെ സ്പീഡ് കുറഞ്ഞു തുടങ്ങി. കാരണം ഇതൊരു വലിയ ഉണ്ടയായില്ലേ, കട്ടി കൂടുതലാണെന്നേ ഉള്ളൂ. സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, ഇനി ബാക്കി കൂടെ ഇളക്കിയിട്ട് വരാം. അമ്മ എന്തോ അമ്മ ചെയ്യണം? ഞാൻ ഇവിടെ ഇളക്കിയാണ്. ഇളക്കിക്കോനെ. അതെന്താ ചെയ്യണത്? നെയ്യ് ഒഴിച്ച് എങ്കിലേ ഇത് നമുക്ക് പാത്രത്തിൽ ഇളക്കി എടുക്കണ്ടേ. ഈ പാത്രം എന്താണ്? എന്തിനാണ് ആ പാത്രം വെച്ചേക്കണത് അവിടെ? നമുക്കിത് ഒരപ്പം നിരത്തി എടുത്ത് വെച്ച് തണുപ്പിച്ച് മുറിച്ചെടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനം നമ്മളുടെ പാത്രത്തിൻ്റെ അകത്ത് കയറ്റും. ഓ, കേക്കൊക്കെ നമ്മൾ മറ്റേ ബേക്കിംഗ് മറ്റേ ട്രാക്കകത്ത് ഒഴിക്കുന്ന പോലെ നമ്മൾ ഈ ഒരപ്പം ഉണ്ടാക്കിയിട്ട് ആ പ്ലേറ്റിൻ്റെ അകത്ത് കൊണ്ട് ഒഴിക്കും, അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ അകത്ത് കൊണ്ട് നിരത്തും. ഇത് ഇളകി വരാൻ വേണ്ടിയാണ്. അമ്മയെ കണക്കേ കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞാലും വെച്ചു കൊടുക്കണ അമ്മമാർ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ഇത് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കൈ നോക്കും. കുറച്ച് അളവിൽ കുറച്ചുണ്ടാക്കിയാൽ മതി. പറ്റും. അമ്മ ഇങ്ങനെയാണ് അമ്മ കേക്കൊക്കെ ഉണ്ടാക്കണവരെ. ഇങ്ങനെയാണ് മറ്റേ ബേക്കിംഗ് ട്രേക്കകത്ത് മറ്റേ എന്തോ സാധനം വെച്ച് തേക്കണത്. അമ്മ നമ്മളിത് ഇളക്കി ഇപ്പം 1/2 മണിക്കൂർ ആയി. അപ്പൊ അമ്മ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുകയാണ്. സാധനം അപ്പൊ മധുരം കുറഞ്ഞു. പഞ്ചസാര ഇടണം. പഞ്ചസാര റെസിപ്പിയുടെ കൂട്ടത്തിലുള്ളതാണ് ഗൈസ്. ഇത് ക്യാമറ കട്ട് വിളിക്കുമ്പോൾ അമ്മയല്ല ഇളക്കുന്നത്, ഞാൻ തന്നെയാണ് ഇളക്കുന്നത്. അത് കറക്റ്റ് പരുവം നോക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇളക്കണതാണ്. ആൾക്കാർ വിചാരിക്കും അമ്മ ഞാൻ ഇളക്കണില്ല, ഞാൻ കള്ളടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ആയപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇനി ഏകദേശമായി. എന്ത് ഞാൻ ഇനി ഫുൾ ആക്കിയിട്ട് വരാം ഗൈസ്. ഏകദേശം ആയോ? ഒട്ടണതാണ് പരുവം അല്ലേ? ഒട്ടണാണ്. മതി മതി അമ്മ, മതി മതി. ഉരുണ്ട് വരട്ടെ. ഞാൻ ഇളക്കി തരാം. അങ്ങോട്ട് ഉരുട്ടി തരാം. അമ്മ നെയ്ക്ക് കണക്കില്ല സുഹൃത്തുക്കളെ. ഇത് കട്ടാവും തോറും നിങ്ങൾ നെയ്യ് ഒഴിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഇത് ഉരുണ്ട് വരുന്നുണ്ട് കേട്ടാ, പെരണ്ട് വരുന്നുണ്ട് കേട്ടാ. ഉരുണ്ട് വരുമ്പോ നമ്മൾ കോരി അതിൽ വെച്ച് ഞാൻ പോയേ ഒരു ഇല എടുത്തോണ്ട് വരട്ടെ. ഇതിപ്പോ കൈസ് ഉണ്ടോ ഒരു എന്തിനാണെന്ന് അറിഞ്ഞൂടെ ഈ ഒരു കൺസിസ്റ്റൻസി എത്തി. മീത ഭാഗം അടിയിൽ പോട്ടടാ. ഓ, നെട്ടൂരാനോടാണോടാ നിന്റെ കളി. ഒന്ന് നിർത്തുവോനെ. പക്ഷെ ഇത് വലുതായിട്ട് തെറിച്ചില്ല അല്ലേ? ഈ ഉരുളി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഓക്കെ, നമ്മളിത് കംപ്ലീറ്റ് ഇളക്കിയിട്ട് ഇനി വരാം. ഇപ്പോൾ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ സുഹൃത്തുക്കളെ, അമ്മ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുന്തിരിങ്ങ ഇടാൻ വന്ന് ബാക്കി വെച്ചേക്കണം എന്തിനമ്മ? അത് നമുക്ക് ഭംഗിക്ക് വേണ്ടേ? ഭംഗിക്ക് മറ്റേ മണ്ടയിലിടാനല്ലേ? ആഹാ, നല്ല ഭംഗിയാട്ടോ. കുറഞ്ഞു പോയി. മതിയാ? അത് മതി, മണ്ടയിൽ അത്രയും മതി. ഇനി ഇത് ഇളക്കി കോരി വെക്കാം. അവസാന റൗണ്ട് ഏലക്ക തീർന്നല്ല, കഴിഞ്ഞു. ഇനി എത്ര നേരം ഇളക്കണം? ഇനി അതൊന്ന് ഉരുണ്ട് റെഡിയായി വരുമ്പോൾ നമുക്ക് പാത്രത്തിൽ കോരാം. ഓക്കെ, നമ്മൾ എത്ര മിനിറ്റ് എടുത്തടാ? നമ്മളമ്മ 35 മിനിറ്റ്. ഇത് കുറച്ച് നമ്മൾ കുറച്ച് മാവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇത്രയും പാടൊന്നുമില്ല. ഇതിപ്പോ മാവിട്ടത് കൂടിപ്പോയി. സാധനം ഉണ്ടായിരുന്നു. അമ്മ ഞാൻ ചോദിക്കണം, പൂ നമ്മൾ പക്ഷെ ഭയങ്കര കുറച്ചല്ലേ എടുത്തോളൂ? അത് മതിയല്ലേ? ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അല്ലേ അത്? ഉരുണ്ട് വന്നില്ലേടാ? ഇനി പ്രോ മൂവ്സ് ആണ് ഗൈസ്. ഇപ്പൊ ഉരുണ്ട് വന്നു. ഉരുണ്ട് വന്നില്ലേ? ഓ, പഴയതുപോലെയാണ്. കഷ്ണം കഷ്ണം പോലെ ആവും. ഇപ്പോഴത്തെ കൺസിസ്റ്റൻസി ഓക്കെ. ഇപ്പൊ കുറച്ചുകൂടെ പ്ലേറ്റിങ് കൊണ്ടുപോവാ. ഓക്കെ, ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് വരാം. സ്പൂണും കൂടെ എടുക്കും. ഇതങ്ങോട്ട് നീക്കി വെച്ചു. ഓക്കെ, സ്പൂണും കൂടെ എടുത്ത് ഞാൻ കോരി വെച്ച് തരാം. ഓക്കെ, അവിടെ വെക്കേ. ഞാൻ പിടിച്ചോളാം. അവിടെ തറയിൽ വെക്കേ. 35 മിനിറ്റ് ആയപ്പോ തീ അണച്ച് ഗൈസ്. ഇങ്ങനെ നിരത്ത് അതിൽ നെയ്യ് തൊട്ടോണേ, അങ്ങനെ അത് നിരന്ന് വരുള്ളൂ. ജോബി ആ മറ്റേ പ്ലേറ്റും കൂടെ അങ്ങ് എടുത്തോണ്ടോ? ഞാൻ എടുക്കാം അമ്മ. അവന് ക്യാമറ പണിയാണ്. അവൻ്റെ അടുത്ത് ഒന്നും പറയാൻ പാടില്ല. അവിടെ വെക്ക്. ജോബി അപ്പൊ ഇവിടെ ഇല്ല. ജോബി ക്യാമറയുടെ പിറകെ മാത്രമേ ഉള്ളൂ. അതെ, അവന്റെ കൈ ഉണ്ട് അവിടെ.
അയ്യോ ഒരു പാത്രം കൂടെ അങ്ങ് എടുക്കണം കേട്ടോ. ഏത് പാത്രം അമ്മ? വേറെ ചെറിയ പാത്രം. ഇനി ഒരു പാത്രം കൂടെ ഉണ്ടോ? ഇല്ലമ്മ, തീർന്നു. അതുകൊണ്ട് അതിൽ നെയ്യ്. ഇതാ ഇതിന്റെ അകത്ത് വെക്കുവോ അമ്മ? അല്ല, ജോബിക്ക് കൊടുത്തങ്ങ് ഇതിലാണ്. എൻ്റെ അമ്മയുടെ സ്നേഹം നോക്കണം. ക്യാമറ വർക്ക് ചെയ്യണ ജോബിയുടെ വീട്ടിൽ കൊടുത്തു വിടാനാണ് ആ ചെറിയ പാത്രം അമ്മ സെറ്റ് ചെയ്തത്. അതാണ് അമ്മ. ഇത് ഞാൻ എന്ത് ചെയ്യണം ഇനി? അമ്മ ഇത് പാത്രങ്ങൾക്കകത്ത് തികയണില്ല അമ്മ. ഇത് അത് നിരത്തി വെക്ക്, അവിടെ വെക്ക്, തറയെ വെക്ക്, കൈ വെന്ത് പോകും. ഇതെന്ത് ചെയ്യണം ഞാൻ? അമ്മ പറഞ്ഞാ ഇത് മൊത്തം നെയ്ക്കളിയാണ് ഗൈസ്. മറ്റേ നെയ്ക്കുപ്പി എടുത്തോണ്ട് നെയ്ക്കുപ്പി എടുത്തോണ്ട് വരാം ഞാൻ. ഇതായിരിക്കണം. അമ്മ ഇതിങ്ങനെ എടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കണം ഗൈസ്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗി കേട്ടോ, നല്ല മണവും ഉണ്ട്. ഓക്കെ, ഒരെണ്ണം റെഡിയായി. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒരപ്പാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മുറിച്ചെടുത്ത് കഴിക്കാം. അലുവയുടെ ഒരു കൺസിസ്റ്റൻസി അല്ല ഇതിന്, കാരണം ഇത് വാക്കാത്തരം ചപ്പനാവൂല. ഇത് മറ്റേ സോഫ്റ്റ് ആയിട്ട് അങ്ങ് ഇറങ്ങിപ്പോണ സാധനമാണ് അല്ലേ അമ്മ? അതുകൊണ്ടാണ് ഞാൻ അലുവയല്ല ഒരപ്പാണെന്ന് പറഞ്ഞത്. ഓ മൂഐഡി സസ ടെക്നോളജിയാ. ഓക്കെ, നോക്കിയേ, നമ്മൾ ഇവിടെ തുടങ്ങി ഇവിടെ എത്തിയപ്പോൾ അരമണിക്കൂർ 37 മിനിറ്റ് ആയപ്പം നമ്മളിത് ഇളക്കിയെടുത്ത് പാത്രത്തിൽ തട്ടി സെറ്റപ്പ്. വേണ്ടമ്മ. എടാ എന്താണ് നീ നമ്മളെ അമ്മയെ കുറിച്ച് വിചാരിച്ച് വെച്ചേക്കണം? അമ്മ ഇതൊക്കെ പ്രോയാണ്. അമ്മ എത്രാമത്തെ വയസ്സിലമ്മ പാചകം ചെയ്ത് തുടങ്ങിയത്? 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ അമ്മാമ്മ പഠിപ്പിച്ചു തന്നാ? അമ്മാമ്മ പഠിച്ചേപ്പിച്ചല്ല, പിന്നെ ഞാൻ പലരിൽ നിന്നായിട്ട് പഠിച്ചത്. ആണോ? ഇപ്പൊ യൂട്യൂബ് എന്നൊക്കെ പഠിക്കണല്ലേ അമ്മ? ആൾക്കാരുടെ ചോദിച്ചു ഇത് സർലയപ്പച്ചി കല്യാണത്തിന് വരൂലേ? വരും. സർലയപ്പച്ചി ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ നമ്മുടെ വീട്ടിലായിരുന്നു താമസം. പിന്നെ അത് കഴിഞ്ഞ് സർലയപ്പച്ചി കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ 2 കുട്ടികളായപ്പോൾ അന്ന് ഇവിടെ വന്നില്ലേ ബിനേഷ്, അവർ 2 കുട്ടികളായപ്പോൾ പിന്നും വന്നു അപ്പച്ചി നമ്മുടെ കൂടെ വന്നു. അപ്പം ഞാൻ ഇവിടെ തിരിച്ചു വരുന്നത് വരെ അപ്പച്ചി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സർലപ്പച്ചിയാണ് അമ്മയുടെ കുക്കിംഗ് കോച്ച് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അച്ചാമ്മ നന്നായിട്ട് പാചകം ചെയ്യും. അമ്മാമ്മയുടെ അമ്മ, അച്ഛൻ്റെ അമ്മ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞമ്മ ഇതുപോലെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ പലരിൽ നിന്ന് പഠിച്ച് അല്ല ഒരാളിൽ നിന്നല്ലേ പാചകം പഠിച്ചത്. കേട്ടോ ഗൈസ്? ശരിയായില്ലേ? ഓ സെറ്റ് ഗൈസ്. ഇപ്പൊ ഇല്ലേ കാണാൻ നല്ല ഭംഗിയായില്ലേ? ഇനി നമുക്കിത് തണുക്കുന്നത് വരെ കാത്തിരിക്കാം. അമ്മ എന്തമ്മ ബീഫ് ഒന്നും തിന്നാത്തത്? ബീഫ് തിന്നൂല അമ്മ, മട്ടൻ തിന്നൂല അമ്മ, മട്ടൻ വെക്കത്തൂല ഗൈസ്. കൊച്ചിലേക്ക് ഉണ്ടല്ലോ ബീഫ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചിക്കൻ നമ്മളെത്ര വർഷത്തില് അങ്ങനെ വെക്കൂല. ചിക്കൻ ഞാൻ കഴിക്കില്ലായിരുന്നു. ചിക്കൻ തിന്നൂല അമ്മ, മട്ടൻ ഒന്നും തിന്നൂല. എൻ്റെ ഒരു ചന്ദ്രിമാമിയുണ്ട്, ആ മാമി എന്നെ പറ്റിച്ച്. എങ്ങനെ? കല്യാണത്തിന് കുറച്ച് ദിവസം മുൻപ് മാമി പറഞ്ഞത് ശരിയാവൂല, പറയാതെ ഉരുളക്കിഴങ്ങിൽ ചിക്കൻ ഇട്ട് വെച്ചിട്ട് ആ കഷ്ണം പറക്കി മാറ്റിയിട്ട് അന്നൊന്നും പറഞ്ഞില്ല, ഛർദ്ദിക്കുമൊന്നും പറഞ്ഞു. പിറ്റേന്നായപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇന്നലത്തെ ഉരുളക്കിഴങ്ങ് കറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളാം മാമി, നല്ല രുചിയെന്ന് പറഞ്ഞു. നീ ഇന്ന് ചിക്കനാണ് തിന്നത്, അതിൽ കിടന്ന ചിക്കനാണ്, ഞാൻ ചിക്കൻ പിറക്കി മാറ്റിയിട്ടാണ് ഞാൻ തന്നത്, ഇനി നീ ഇത് കഴിച്ചാലേ പറ്റുള്ളൂ, ഒരു കുഴപ്പമില്ല കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ മാമി എന്നെ പറ്റിച്ചതിലാണ് കല്യാണമൊക്കെ കഴിക്കാൻ പോവല്ലേ, അപ്പോഴവിടെ ചെല്ലുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. പിന്നെ ഞാൻ വിചാരിച്ച് പോട്ടെ, എന്നെ പറ്റിച്ചില്ലേ, അങ്ങനെയാണ് കഴിച്ചത്. കല്യാണത്തിന് കുറച്ച് ദിവസം മുൻപാണ്. മീൻ തിന്നുമായിരുന്നല്ലേ അമ്മ? മീൻ കഴിക്കുമായിരുന്നു. ആ മീൻ ഇഷ്ടമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അമ്മ. ഇവിടെ വന്നതിന് ശേഷമാണ് ചിക്കനൊക്കെ കഴുകുന്നത്. എനിക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ചിക്കനൊക്കെ കഴുകുന്നതൊക്കെയോ? കഴുകുന്നതും. ഓ, പിന്നെ അങ്ങ് ശീലമായല്ലേ? അതുകൊണ്ടാണ് കേസ്. അപ്പൊ ഞാൻ കൊച്ചിലെ ഒന്നും അധികം ചിക്കൻ ഒന്നും തിന്നല്ല, ഞാൻ മീനാണ് തിന്ന് വളർന്നത് അല്ലേ അമ്മ? ഓക്കെ ആയില്ലേ? സെറ്റ്. ഓണ്ടിന് സംക്രാന്തിക്കും ഒക്കെ ചിക്കൻ വെച്ചാലായി. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും അല്ലേ അമ്മ ചിക്കൻ? അച്ഛൻ എന്തെങ്കിലും നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോഴത്തേക്ക് അച്ഛൻ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു കൊച്ചിലെ. അതും മാസത്തിൽ ഒരിക്കലൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കണത്. എന്താ ഓക്കെ. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് ഗൈസ്, 2 3 പാത്രം, പിന്നെ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് 1 പാത്രം. ഇനി ഇപ്പോൾ കറക്റ്റ് 40 മിനിറ്റ് ആയി നമ്മൾ തുടങ്ങിയിട്ട്. ഇനി ഇത് തണുത്തിട്ട് നമ്മൾ വരാം അല്ലേ അമ്മ? തണുത്തിട്ട് വരാം ഗൈസ്. ഒരു സാധനം മറന്നു പോയി ഗൈസ്, ഞങ്ങൾ ഗാർണിഷിങ് ഇട്ടില്ല. നമ്മൾ നേരത്തെ മറ്റേ ബാക്കി വെച്ചിരുന്ന മുന്തിരിപ്പരിപ്പും അണ്ടിപ്പരിപ്പും ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അത് ഞെക്കി വെക്കുക. മൊത്തത്തിൽ ഗാർണിഷ് ചെയ്തിട്ട് ഓക്കെ. ഇനി ഇത് തണുത്തിട്ട് വരാം. ഞങ്ങള് ഫുഡ് റെഡിയാക്കി അവിടെ സെറ്റ് ആവാൻ വെച്ചിട്ട് ഗൈസ് 1 മണിക്കൂർ കഴിഞ്ഞ് അച്ഛാ ഞങ്ങൾ ഉരപ്പം ഉണ്ടാക്കി. അതെ, അഗസ്തിപ്പൂ വന്ന അശോകപ്പൂ ഒരപ്പം ഞങ്ങൾ എടുത്തോണ്ടോ കേട്ടാ കഴിക്കേ. അച്ഛൻ കഴിച്ചാ എന്താ വെച്ചാ അപ്പൊ എന്റെ റിയാക്ഷൻ ആണ് അതിഗംഭീരം. നീയും എന്നെ ചായച്ചല്ലേടി, നീയും കഴിച്ചല്ലേടി മാക്രി. അച്ഛൻ തന്നെ മുറിച്ചെടുത്ത് കഴിക്കുകയും എന്റെ റൂമിൽ ഇരുന്ന പെയിന്റിങ് അച്ഛനും അമ്മയും ചൂണ്ടി കേസ് അത് ഇവിടെ കൊണ്ടുവച്ച് ഒരെണ്ണം എടുക്കട്ടെ അമ്മ. ഇത് മൊത്തത്തിൽ ഇരുന്ന അച്ഛൻ തിന്നോണ്ട് പോയാ അമ്മ. ഞാൻ ആദ്യം ഒരു കുഞ്ഞു ശേഷം ഞാൻ രുചി നോക്കാൻ പറഞ്ഞു. അവസാനം നോക്കിയപ്പോ കുഞ്ഞുമില്ല മരുന്നുമില്ല, അത്രയും തിന്നോട്ട് പോയി. മുറിക്കട്ടാ ഗോസിന്റെ അടിക്കും കൊടുത്ത് മുറിച്ചു. ഒരെണ്ണം പുറത്ത് കൊണ്ടുപോകാനായിട്ട് അമ്മ ഇത് ഇവിടത്തേക്ക് എടുക്കാം അല്ലേ. വേണ്ട ഇത് സാധനം അമ്മ, സൂപ്പർ ടേസ്റ്റ്. അമ്മ കഴിച്ചായിരുന്നോ? അങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ. ഇത് ഞങ്ങളുടെ റിയാക്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉഡായിപ്പ് റിയാക്ഷൻ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലാ. ഇത് ഞാൻ എടുക്കുകയാണ് അമ്മ. ഇത് നമുക്ക് കുറച്ച് റിയാക്ഷനും കൂടെ എടുത്തിട്ട് വരാം. നന്ദുവേ ഞാനും അമ്മയും കൂടെ എടാ ഇതെന്തരടാ ഇത് വീട്ടിൽ പൊതിഞ്ഞ് കെട്ടി തന്നു വിട്ടേക്കണ്. എൻ്റെ അമ്മ ഇത് അഴിക്കാനുള്ളതാണ്, നമ്മ മറന്നു പോയെന്ന് തോന്നുന്നു. ആരും ഒരു കാരണവശാലും അഴിക്കില്ല. ഓ എൻ്റെ ദേവിയേ. നന്ദു ഇത് കണ്ടിട്ടൊക്കെ എന്തൊരു തോന്നുന്നു? കണ്ടിട്ട് നമ്മള് മറ്റേ വട്ടയപ്പം പോലത്തെ ഒരു സാധനം. ഓക്കെ എടാ ഇതാണ് ഒരപ്പം. അഗസ്തിപ്പൂ മരം ഇല്ലേ? അഗസ്തിപ്പൂ അല്ല, അശോകപ്പൂ മരം. മനസ്സിലായി, അഗസ്തി അല്ല അശോക. അല്ലല്ല, സാധനം മനസ്സിലായി. ഞാൻ ഇവന്റെ മറ്റേ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് മറ്റേ പൂ പറിക്കാൻ പോവായിരുന്നു. സന്ദീപിന്റെ ഒക്കെ വേർപ്പ് ഇതിലുണ്ട്. ഇല്ല ഇല്ല, ഇത് ഞാനായിരുന്നു. ഇത് ഞാനാണ് പറിച്ചത്. സന്ദീപ് മറ്റേ ചക്കയാണ് പറക്കാൻ പോയത്. സന്ദീപിനെടാ ഞാൻ വിളിച്ചോടാ വണ്ടി ഓടിക്കാൻ പാടാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വെഞ്ഞാറമൂടാണ് കാർത്തി. അപ്പൊ ശരി ഞാൻ പറഞ്ഞു വണ്ടി എടുക്കാന്ന് പറഞ്ഞ് ജംഗ്ഷനിൽ എത്തിയപ്പോ അവൻ അവിടെ ബൈക്ക് ഇരിക്കണം. ഇടാ തെണ്ടി സന്ദീപേ, നിനക്ക് പരിപാടിക്ക് പോണമെങ്കിൽ നീ അതങ്ങ് പറഞ്ഞാ പോരെ. സന്ദീപിന്റെ മാർക്കറ്റ് പോയാട്ടാ സംഭവം. സന്ദീപ് കല്യാണം കഴിച്ചാലും ഇങ്ങനെയൊക്കെയാണ്, ഭാര്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറ്റിക്കും. അത് ഉള്ളൊരു സത്യം മാത്രമാണ്. എടാ ഇതാണ് ഒരപ്പം. സത്യം പറഞ്ഞ ഇത് അമ്മ പറഞ്ഞപ്പോഴേ കഴിക്കണമെന്നൊരു ആഗ്രഹം. ഓക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നല്ല ടേസ്റ്റ്, സെറ്റ് അല്ലേ? സത്യം പറഞ്ഞ നീ കഴിച്ചു ചേട്ടാ. സത്യം പറഞ്ഞ ഈ പൂവിന്റെ ആണെന്ന് പറയേയില്ല, പക്ഷെ പൂവിന്റെ മനസ്സിലായി. ഇത് വേറെ എന്തോ നമ്മൾ അല്ലാതെ മറ്റേ ഈ വട്ടയപ്പത്തിന്റെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഇല്ലേ? സൂപ്പർ സാധനം, അടിപൊളി. ക്രെഡിറ്റ് ഒക്കെ അമ്മയ്ക്ക്. അതെ അതെ, ഞാൻ ഇത് ഇളക്കി എന്റെ പിണ്ടളവിയായിരുന്നു. അപ്പൊ നിനക്കും ക്രെഡിറ്റ്. ഓക്കെ താങ്ക് യു. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി അടുത്ത റിയാക്ഷനിലോട്ട് പോട്ടെ. എടാ ഇത് നീ തിന്നിട്ട് എന്തിനാണെന്ന് നീ കണ്ടുപിടിക്കുമെന്ന് ആദ്യം ഞാൻ നോക്കട്ടെ. അതാണ് കളി. അവിടെ നിന്റെ ഇത് പിടിച്ചാനടാ. ഇങ്ങോട്ടെട്, നിന്റെ എവിടെ ഇരിക്കട്ടെ. ഇനി എന്താ ഇത് തിന്നിട്ട് എന്താണ് സാധനം എന്ന് പറയാം. സാധനം കൊള്ളാം. ഇപ്പൊ നീയാണോ ഉണ്ടാക്കിയത്? അല്ലടാ, സത്യമായിട്ട് അമ്മ ഉണ്ടാക്കിയാണ്. അതായത് എനിക്കൊന്ന് പണ്ട് കാലത്ത് എന്തോ വെറൈറ്റി സാധനമാണെന്ന് തോന്നുന്നു. ഇതെന്ന് പറയുന്നത് മറ്റേ ഭയങ്കരമായിട്ട് റെയർ ആയിട്ടുള്ള നമ്മളെ ഈ എന്തോന്ന് മറ്റേ കാശ്മീരിൽ നിന്നുള്ള സാധനത്തിന് കുങ്കുമപ്പൂവൊക്കെ വെച്ച് 3 ദിവസം 4 ദിവസം നിന്ന് വിളക്കിയിട്ടുണ്ടാക്കിയ സാധനം. അതിപ്പോ പറഞ്ഞ ഇത്ര ഇടണ്ട, ഒരു കാര്യമില്ല, വെറും തള്ളു. എടാ ഇനി പറ എന്ത് സാധനം കൊള്ളാം? കലത്തപ്പം അതാണ് ഒരപ്പം. ഒരപ്പം ഏതൊരു സാധനമാണെന്ന്. ഇനിയിപ്പോ ഇത് ഒരപ്പം പോലെ ഇരിക്കുന്നോണ്ട് ഒരപ്പം പേരിട്ടതായിരിക്കും. നടന്നില്ലേ? ഞാൻ പറഞ്ഞു തരാടാ. ഇത് എന്റെ വീട്ടിലൊരു അശോകത്തെറ്റിയില്ലേ, അശോകത്തിന്റെ സാധനം വെച്ചുണ്ടാകുന്ന എനിക്കറിയാം, കൊണ്ടുണ്ടാക്കിയ അപ്പം. എനിക്കിതൊക്കെ അറിയാം, നമ്മള് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള. ചുമ്മേരി
അശോകപ്പൂ തന്നെ കാരണമാണ് ഒരു എണ്ണയൊക്കെ കാച്ചുന്ന സാധനമല്ലേ എടാ സീതാദേവിയെ കൊണ്ട് രാവണ ഇരുത്തിയിരുന്നത് അശോക മരത്തിന്റെ മൂട്ടിലായിരുന്നു. അത് നിനക്ക് അറിഞ്ഞൂടെ? അത്രയും വലിയ കഥയൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ സാധനം ഇതുണ്ടാകുമെന്ന് അറിയാറുണ്ട്. അത് കൊള്ളാം കേട്ടോ സാധനം. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വലിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുന്നു. എടാ ഇത് കുറെ വീഡിയോ ഓടിക്കാനുള്ളതാണെങ്കിൽ ഞാൻ കുറച്ച് എടുക്കണുള്ളൂ. അല്ല ആ ഒരു മുറിച്ച കഷ്ണം കൂടെ നീ എടുത്തോ. അപ്പൊ ഇത് കുറെ ഓടാനുള്ളതാണ്. ഇത്രയും മതി. അല്ല അതും ആ പീസ് മൊത്തം എടുത്തോ. എന്താ അത് കൊള്ളാം സാധനം. ഇല്ലെങ്കിൽ ഇത് തിന്നും വണ്ടി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗൈസ് കൊള്ളാം. ഞാൻ തള്ളനല്ലെന്ന് മനസ്സിലായല്ലോ. ശരിക്കും കൊള്ളാം. സെറ്റ് സാധനം. അടുത്ത റിയാക്ഷനിലോട്ട് പോകാം. ഗൈസ് നമ്മൾ NYC-ലെത്തി. അടുത്ത ടേസ്റ്റ് നമ്മുടെ വിഷ്ണുവളിയാണ്. എടാ ഇതാണ് ഒരപ്പം. ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. അമ്മ ഉണ്ടാക്കിയാണ്. ഇതെന്തിനാണ് ഇതിൻ്റെ അകത്ത്? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് അറിയാമോ? അല്ല പിന്നെ ആൾക്കാരെല്ലാം മറ്റേ പാറക്കല്ല് വെച്ചാണല്ലോ ഉണ്ടാക്കണം. ഒരു ഇടി വെച്ച് തന്നാണ്ടല്ലോ. എന്തിനാ പൊടി വെച്ചാണ് ഉണ്ടാക്കിയത്? എടാ നമ്മുടെ അശോക തെറ്റിയില്ലേ, അശോകപ്പൂ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അശോകപ്പൂവും അരിമാവും. ചുമ്മാ നിനക്ക് അശോകപ്പൂ എന്തിനാണെന്ന് അറിഞ്ഞൂടെ? എടാ അശോകവനത്തിലെ സീത. ഇല്ല നിനക്ക് ഫോട്ടോ കാണിച്ചു തരാം. നിനക്ക് അറിയാടാ പൂ. ആ ഇതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ അകത്ത് തേനൊന്നുമില്ല. അതല്ല ഇത് ഏത് പൂടാ പറയണത്? എന്തോ കൊള്ളിച്ച് പറയണല്ലേ ഇല്ലേ? തേൻ കിട്ടി കാണും. വല്ല ആവശ്യം ഉണ്ടായിരുന്ന. ഇഷ്ടപ്പെട്ടോടാ സാധനം സെറ്റല്ലേടാ? അപ്പോ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഒരു സക്സസ് ആയി പ്രഖ്യാപിച്ചുകൂടാ? അപ്പൊ സെറ്റ് സാധനമാണ് ഗൈസ്. അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇല്ല എന്ന് പറഞ്ഞാൽ സാധാരണ അലുവാണൊക്കെ കട്ടിയില്ലല്ലോ ഇതിന്. കട്ടി തോന്നിയാടാ? ഇല്ലല്ലോ. ഭയങ്കര സോഫ്റ്റ് ആണ്. ആ ഫീലും വരൂല. മറ്റേ ചൂയല്ല. ആ നെയ്യൊക്കെ ഒഴിച്ചുള്ള പ്രോപ്പർ ടേസ്റ്റ്. താങ്ക് യു അമ്മ. ഞാനും അമ്മയും കൂടെ പുതിയ കുക്കിംഗ് സീരീസ് തുടങ്ങിയാണ്. പൂ വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അതെ അതാണ് ചോദ്യം. ഐറ്റം ആദ്യമായിട്ട് കണ്ടുപിടിച്ചാണ് നേരത്തെ ഇങ്ങനെ. ഇല്ല അമ്മ പണ്ട് ഉണ്ടാക്കി തന്നെയാടാ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ കുക്കിംഗ് സീരീസ് ഇനിയും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇന്നത്തേക്ക് പോകുന്നു. ലവ് യു. ഗുഡ് നൈറ്റ്. ബൈ ബൈ.